ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പം ന്യൂസിലെയും അതേപോലെ സോഷ്യൽ മീഡിയയിലെയും എല്ലായിടത്തും ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നതോടുകൂടി പബ്ലിക്കിന് ഈ ഒരു റിപ്പോർട്ടിനെ പറ്റി കൂടുതൽ അവയർനെസ് വന്നതോടുകൂടി പലരുടെയും ആ ഒരു മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്കെതിരെ, കുറേ ഫിലിം ആക്ടേഴ്സിനെതിരെയും അതുപോലെ ഡയറക്ടേഴ്സിനെതിരെയും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ആയിട്ടുള്ളവർക്കെതിരെയും ഒക്കെ പല നടിമാരും ഇതേപോലെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ട്സ് ഒക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസമല്ല, ഇന്ന് മലയാള മനോരമയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളൊക്കെയാണ് ചില ആൾക്കാരുടെ അടുത്തുനിന്ന് വന്നിട്ടുള്ളത് എന്നാണ് ആ ഒരു ന്യൂസിലെ ഒരു ആർട്ടിക്കിളിൽ ഒരു നടി പറയുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനത്തെ കുറേ ആൾക്കാരാണല്ലോ നമ്മൾ ഈ ഒരു ഫിലിമിലൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അവരുടെ കോമഡിയൊക്കെ ആണല്ലോ, അല്ലെങ്കിൽ അവരുടെ മൂവി സീൻസൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതൊക്കെ ഇവരെയൊക്കെ ആയിരുന്നല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ പണ്ട് മുതലേ ഫിലിം ഫീൽഡ് അതുപോലെ തന്നെ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ അല്ലല്ലോ, സിനിമ ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ അഭിനയിക്കുന്ന നടിമാർക്കൊക്കെ ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ സിനിമയിലൊക്കെ മുഖം കാണിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നൊക്കെ പലയിടത്തുനിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം സത്യമാണെന്ന് ആരും അങ്ങനെ കാര്യമായിട്ട് വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേർക്കൊക്കെ നേരിട്ട് അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷെ വളരെ റീസെന്റ് ആയിട്ട് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അതൊക്കെ ആധികാരികമായിട്ട് പലരും വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതൊക്കെ പ്രൂഫ് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ എത്രത്തോളം അതൊക്കെ സത്യമാണ് എന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ പലരുടെയും ഈ രാജി അതൊക്കെ ആരോപണ വിധേയരാകുമ്പോൾ ആ ഒരു രാജി വെക്കുന്നത് ഉചിതമായ തീരുമാനം തന്നെയാണ്. അപ്പൊ ഈ ഒരു രാജിയിലൂടെയൊക്കെ നമ്മൾക്ക് അവരെയൊക്കെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താവുന്നതാണ്. പക്ഷെ ചിന്തിക്കും, നമ്മൾ എന്തിനാണ് ഇവരെയൊക്കെ സംശയിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയമൊക്കെ ചിലവഴിക്കുന്നത്, ചിന്തിച്ച് വെറുതെ വേസ്റ്റ് ആക്കുന്നതെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം ഇവിടെ ഒരുപാട് കൊള്ളരുതാത്ത കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ കുറച്ച് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കുറച്ച് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ, ഇപ്പം നമ്മളാരും സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആൾക്കാരാവണമെന്നില്ല, നമ്മുടെ ലൈഫിൽ ഇതേപോലെയുള്ള മുഖംമൂടി ധരിച്ച ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഗൈസ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇന്നത്തെ മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ രേവതി സമ്പത്ത് എന്ന് പറയുന്ന നടി, പുള്ളിക്കാരി ഷെയർ ചെയ്തിട്ടുള്ളൊരു സംഭവം ഈ ഒരു ആർട്ടിക്കിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് വന്നിട്ട് സിദ്ദിഖ് ശരിക്കും ക്രിമിനൽ, പോലീസും വനിതാ കമ്മീഷനും മോശമായി പെരുമാറി എന്നാണ് ഈ ഒരു നടി ഇതിൽ പറഞ്ഞത്. ഈ ഒരു നടി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ MSc ബിരുദമുള്ള തിരുവനന്തപുരം സ്വദേശിനിയാണ്. മലയാളത്തിലും തമിഴിലും അഭിനയിച്ചിട്ടുള്ള രേവതി കൊച്ചിയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുൽ കുൽക്കർണി നായകനായ മൈൻഡ് ഗെയിം ആണ് ആദ്യത്തെ ചിത്രം. രേവതി സമ്പത്തിന്റെ ഫസ്റ്റ് മൂവി അതാണ്. വാഫ്റ്റ് എന്ന ഹ്രസ്വ ചിത്രത്തിലും വേഷമിട്ടു. ഇനി പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ ഒരു പേപ്പർ വായിച്ചിട്ടുള്ളവർക്കും അറിയാം എന്തായിരിക്കുമെന്ന്. ഞാനത് ജസ്റ്റ് ഒന്ന് വായിക്കാം. നീതി ലഭിക്കുമെന്ന് ഉറപ്പ് നൽകണമെന്നും സിദ്ദിഖിനെ സിനിമയിൽ നിന്ന് വിലക്കണമെന്നും നടി രേവതി സമ്പത്ത്. സിനിമ മോഹിച്ചെത്തിയ തന്നെ പോലെയുള്ള പലരുടെയും സ്വപ്നങ്ങളിൽ ചവിട്ടിയാണ് സിദ്ദിഖിന്റെ താരപദവിയെന്നും രേവതി സമ്പത്ത് പറയുന്നു. ശരിയാണ്, ഒരുപാട് പെൺകുട്ടികളും അതുപോലെ ആൺകുട്ടികളും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആ ഒരു ഫീൽഡിലേക്ക് വരുന്നവരുണ്ട്. അപ്പൊ അവരുടെ എല്ലാം ഒരു മോഹം തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ പ്രിവെയിൽ ചെയ്യുന്നത് എന്നറിയുമ്പം പലർക്കും അവരുടെ ആ ഒരു സ്വപ്നം പലരും അവിടെ ഉപേക്ഷിക്കും. എന്നാൽ ചിലവര് ആ ഒരു മോഹത്തിന് വേണ്ടിയിട്ട് ചിലവർ അതൊക്കെ ഓക്കെ ആവുന്നവരും ഉണ്ടാവാം. ആ ദിവസം കെണിയിൽപ്പെടുത്തുകയായിരുന്നു എന്ന് പറയാൻ കാരണം ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെയാണ് പരിചയപ്പെട്ടത്. ഇത് ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ആളിന്റെ കാര്യമാണ് പറയുന്നത്. ഏറെക്കാലം സന്ദേശങ്ങൾ അയച്ചു. കണ്ടാൽ വ്യാജ അക്കൗണ്ട് ആണെന്ന് തോന്നും, പക്ഷെ ഇത്തരം കാര്യങ്ങൾക്കായി അയാൾ ഈ അക്കൗണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. വാട്സാപ്പിലും സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. അന്ന് തിരുവനന്തപുരത്തുണ്ടെന്നും രാവിലെ നില തിയേറ്ററിലെ ഫിലിം പ്രിവ്യൂവിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ കാണാമെന്നും ഡിസ്കഷൻ നടത്താമെന്നും പറഞ്ഞു. അപ്പൊ അന്ന് നടന്ന കാര്യം, അടുപ്പം സൃഷ്ടിക്കാൻ അഭിനയത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞു. പെട്ടെന്നാണ് അയാൾ ഉപദ്രവം തുടങ്ങിയത്. വല്ലാത്തൊരു ചേഷ്ടയോടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങി.
എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ ഒച്ച വെച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ചു. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണെന്നും സഹകരിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു. നീ പരാതിപ്പെട്ടാലും ആരും പരിഗണിക്കില്ല, എല്ലാവരും തനിക്കൊപ്പമാണെന്നും പറഞ്ഞു. എന്നിട്ടും ഞാൻ പ്രതിരോധിച്ചു. സഹകരിക്കുന്ന ഏതാനും നടിമാരുടെ പേര് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തുടർന്ന് എന്റെ മുന്നിൽ കാട്ടിയതിന്റെ ഷോക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പിന്നീട് ഒരു കുറ്റബോധവും ഇല്ലാതെ ഭക്ഷണം കഴിക്കാനിരുന്നു. മീനും തൈരുമായിരുന്നു ഭക്ഷണം. ഇത് വിരുദ്ധമാണെന്നും തനിക്ക് ഇത്തരം താല്പര്യങ്ങളാണുള്ളതെന്നും അയാൾ പറഞ്ഞു. മക്കൾ സ്കൂളിൽ നിന്ന് മടങ്ങിയെത്താൻ വൈകിയാൽ പേടിയുള്ള അച്ഛനാണ് അയാളെന്ന് എന്നോട് പറഞ്ഞിരുന്നു മുൻപ്. ഈ സംഭവത്തിന് ശേഷം ഞാൻ ആലോചിച്ച കാര്യം ഇതാണ്: സ്വന്തം മക്കൾ സുരക്ഷിതരായിരിക്കണം, മറ്റുള്ള പെൺകുട്ടികളോട് എന്തുമാകാമെന്ന ചിന്താഗതിയാണ് അയാൾക്ക്. ശരിക്കും ക്രിമിനൽ മൈൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: പോലീസിൽ പരാതിപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നടപടികൾ ഇല്ലാതെ പോയത്? പോലീസിലും വനിതാ കമ്മീഷനിലും പോയി. മനസ്സ് മടുപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടായത്. മറ്റൊരു തരം റേപ്പ് തന്നെ. എല്ലാവർക്കും അറിയേണ്ടത് എന്തെല്ലാം നടന്നു എന്നതും മാത്രം. കേസ് വേണ്ടെന്ന് വെച്ച് മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലതെന്ന ഉപദേശമായിരുന്നു മറുപടി. വനിതാ കമ്മീഷനിലെ അവസ്ഥ പരിതാപകരമാണ്. ഇരയോട് എങ്ങനെ പെരുമാറണമെന്നോ ചോദ്യങ്ങൾ എങ്ങനെ ചോദിച്ചറിയണമെന്നോ അവർക്ക് അറിയില്ല. സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ അല്ല. മറ്റൊരു നടനിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായി. നടൻ റിയാസ് ഖാൻ രാത്രി ഫോണിൽ വിളിച്ച് അശ്ലീല ചോദ്യങ്ങൾ ചോദിച്ചു. 9 ദിവസം കൊച്ചിയിലുണ്ടെന്നും സഹകരിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തണമെന്നും പറഞ്ഞു. ഇത് പലരും അറിഞ്ഞു കാണുമല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല പേജിലും നമ്മൾ കണ്ടായിരുന്നു. ഈ ഒരു ന്യൂസ് ട്രോൾസ് ആയിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങൾ: പിന്തിരിയണമെന്ന് മുൻപ് ഉപദേശിച്ച പലരും ഇപ്പോൾ പിന്തുണ നൽകുന്നു. നേരത്തെ സൈബർ ഇടങ്ങളിലടക്കം വലിയ അപമാനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. ലൈക്കിനും കമന്റ്സിനും വേണ്ടിയുള്ള ശ്രമമാണ് എന്റേതെന്ന് വിമർശിച്ചവരുണ്ട്. അപ്പം ഗൈസ്, ഇതാണ് ഈ ഒരു നടനെ പറ്റി നമ്മളിപ്പം കേട്ട ന്യൂസ്. ഇതൊക്കെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അല്ലേ? ഈ സിദ്ദിഖ് എന്നൊക്കെ പറയുന്ന ആളിനെ അത്രയും ആദരവോടെ കൂടി കണ്ടിരുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്. ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ പല മൂവീസും കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിനയം ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആണ്. വളരെ മികച്ചൊരു നടനാണ്. ശരിയാണ്, അദ്ദേഹം വളരെ മികച്ചൊരു നടനാണ്. അതൊക്കെ കൊണ്ടാണല്ലോ ഇങ്ങനത്തെ വലിയ വലിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ആ പുള്ളി മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പൊ തന്നെ പലരുടെയും പേരുകൾ പലരും ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാനിപ്പോ പറയേണ്ടതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപക്ഷെ നാളെ അതൊക്കെ സത്യമാണെന്ന് തെളിയുകയാണെങ്കിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ ജയസൂര്യയുടെ കാര്യം പറഞ്ഞു, സുരാജ് വെഞ്ഞാറമൂടിന്റെ കാര്യം പറഞ്ഞു, ബാബുരാജിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ ആൾക്കാരുടെ കേസിൽ ഇതൊക്കെ ശരിയാണെങ്കിൽ മറ്റുള്ളവരുടെ അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കാര്യം വളരെ പരിതാപകരമാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഒരു മെയിൻ ഹീറോയിൻ ആയിട്ട് അഭിനയിക്കാൻ വരുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒട്ടും മറ്റുള്ളവരുടെ പിന്തുണയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വെറും സാധുക്കളായിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റ്സ് അനുഭവിക്കുന്നത് എന്തുമാത്രം വലിയ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, സിനിമ എന്ന് പറയുന്നത് ശരിക്കും ഒരു കലയാണ്. സിനിമ എന്ന് പറയുന്നതിൽ ഓരോ ഫീൽഡും ഒരു കലയാണ്. ഇപ്പം അതിൽ അഭിനയിക്കുന്നവരാണെങ്കിലും അതിൻ്റെ പിന്നണി പ്രവർത്തകരാണെങ്കിലും എല്ലാം കലാപരമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം അതിന് ഒരു വാല്യൂ കൊടുക്കാതെ, അല്ലെങ്കിൽ ആ ഒരു കല എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം കളഞ്ഞിട്ട് അവിടെ ഈ പറഞ്ഞ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കുന്ന കുറേ മനുഷ്യരാണ് ഈ ഒരു ഇൻഡസ്ട്രി ഭരിക്കുന്നതെന്ന്. ഇപ്പം മലയാളത്തിലെ കേസാണ് ഇപ്പം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം മറ്റു ഭാഷകളിലൊക്കെ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പം നമ്മുടെ നാട്ടിലാണ് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതൊക്കെ മോശമാണ്, ഇതൊക്കെ തെറ്റാണ് എന്നുള്ള ഒരു ചിന്തയുള്ളത്. പക്ഷേ ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഇതൊക്കെ എനിക്ക് ഓക്കെ ആണെന്ന് ചിന്തിക്കുന്നവരും ഇവിടെയുണ്ട്. മറ്റ് ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ധാരണയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ നേരത്തെ പലയിടത്തും കേട്ട ഒരു വാക്കാണ്, സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന പണവും പ്രശസ്തിയും പദവിയും മോഹിച്ചിട്ടാണെന്ന്. പക്ഷെ അങ്ങനെ അല്ലാത്തവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് പെൺകുട്ടികൾ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ പണവും പ്രശസ്തിയും ഒക്കെ പിന്നീട് കാണുന്നവരാണ്, അതിനെ ഫ്രണ്ടിൽ നിർത്തി കാണുന്നവരല്ല. അപ്പൊ അവരൊക്കെ കാണുന്നത് അവരുടെ ആ ഒരു ആഗ്രഹം മുന്നോട്ട് കൊണ്ടുപോകണം, ആ ഒരു പാഷൻ, ആ ഒരു ഡ്രീം സക്സസ് ആക്കണം എന്നുള്ള ഇതുകൊണ്ടായിരിക്കും. അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം
ഇനിയുള്ള കാലത്ത് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതി ഡയറക്ടറിനെയൊക്കെ വെച്ച് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് സിനിമ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഭിനയിക്കാം, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷെ എന്നാൽ ആ ഒരു സിനിമ പുറത്തിറങ്ങാൻ ചിലപ്പം ഈ പവർ ടീം എന്നൊക്കെ പറയുന്ന ഈ ആൾക്കാർ ചിലപ്പോൾ സമ്മതിക്കത്തില്ലായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ. അപ്പം എനിവേസ് ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പം ഈ ഒരു കമ്മീഷനാണ് ഇപ്പം എല്ലായിടത്തും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠവും സത്യസന്ധവുമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമുക്കും ഷെയർ ചെയ്യാം. ഇപ്പൊ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു കാര്യം തന്നെ പറഞ്ഞില്ല, അപ്പം അവരുടെ സ്വകാര്യ കാര്യങ്ങളാണ് അതൊക്കെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവർക്ക് അപഹാസ്യമാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു പവിത്രമായിട്ടുള്ളൊരു കലയെ അവർ മറ്റുള്ളവരുടെ ആ ഒരു ആഗ്രഹത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അവരത് ഉപയോഗിക്കുകയാണ്. അവരുടെ ആ ഒരു അധികാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുന്നത്, അവർക്കുള്ള ആ ഒരു പവർ അവർ ദുരുപയോഗം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനെ അവരവിടെ ദുരുപയോഗം ചെയ്യുകയാണ്. അപ്പൊ ഇനിയെങ്കിലും സിനിമ എന്നുള്ള മോഹവുമായിട്ട് നടക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഒരു ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം. മാത്രമല്ല ഒരുപക്ഷെ അവിടെ നല്ല ആൾക്കാരും കാണും കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തവരെ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു സോ മച്ച്.